ഇത്രയും വലിയ ജനാധിപത്യം വന്ന റസൂലുള്ളാഹിയല്ലാതെ പിന്നെ വേറെ ആരാളുള്ളത്? രണ്ടാമത്തെ ആളാരാണ്? വമ്രഅത്തുനൊരു പെണ്ണാണ്. വമ്രഅത്തുനൊരു പെണ്ണാണ്. ബാതതു വസൗജുഹാ അലൈഹാ സാഖിത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മലക്കുകൾ വീട്ടിലോട്ട് വരാത്ത ഒരു വീട് ഏതെന്നറിയുമോ? ഒരു കുടുംബം ഏതെന്നറിയുമോ? വമ്രഅത്തുൻ, ആ കുടുംബത്തിലൊരു പെണ്ണുണ്ട്, ആ വീട്ടിലൊരു പെണ്ണുണ്ട്. ബാതത്ത്, അവൾക്ക് ഒരു രാത്രി കടന്നുപോയി. വസൗജുഹാ അലൈഹാ സാഖിതുൻ, അവളുടെ ഭർത്താവ് അവളുടെ കാര്യത്തിൽ കോപത്തിലാണ്. ഭർത്താവുമായിട്ട് അവൾ പിണങ്ങി കിടക്കുകയാണ്. ആ അങ്ങനെ ഒരു രാത്രി കടന്നു പോയാൽ അവരുടെ വീട്ടിലേക്ക് മലക്കുകൾ വരികയില്ല. നിങ്ങളെ മക്കളെ ഇട്ടിട്ട് മുസല്ലയിട്ട് നീ നിസ്കരിക്കുകയാണ്, അപ്പുറത്തെ കട്ടിലിൽ ഭർത്താവുമായിട്ട് പിണങ്ങി കഴിയുകയാണ്. നിന്റെ സൽക്കർമ്മങ്ങൾ ഇല്ലീരിലേക്ക് എത്തുന്ന പ്രശ്നമേ ഇല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വമ്രഅത്തിനൊരു പെണ്ണ് ബാത്തത്ത് ഒരു രാത്രി കടന്നുപോയി, 24 മണിക്കൂർ കഴിഞ്ഞു. ഭർത്താവ് അവളുടെ കാര്യത്തിൽ വലിയ കോപിട്ടനാണ്. ഭർത്താവിന്റെ ദേഷ്യം മനസ്സിലുള്ളിടത്തോളം, അല്ലെ ഭർത്താവിനോട് അവൾ പടക്കുക മിണ്ടൂല. അങ്ങനെ നിൽക്കുന്ന സമയത്തിൽ അവൾ നിസ്കരിച്ചാൽ പോലും അള്ളാഹു സ്വീകരിക്കില്ല. ഭർത്താവിനോട് പൊരുത്തപ്പെട്ടാണ് നിസ്കരിക്കാൻ. കോളറൊന്നും പൊക്കണ്ട, മഹാമാര് കോളർ പൊക്കുന്നു, അവള് നിസ്കരിക്കട്ടെ. ആരാണ്? ഭർത്താവ് അവളോട് പിണങ്ങി കിടക്ക. എന്തിനാ പിണങ്ങി കിടക്കണേ? എന്തിനാ ഭർത്താവ് വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ നീ ആ പാട്ടിയാലെ ചുരിദാറൊക്കെ ഇട്, നമുക്ക് സൂപ്പർ ജോഡിയിൽ അഭിനയിക്കാൻ പോവാം. ആരോ ഞാൻ വരൂല എന്നാ എന്നോട് ഞാൻ പിണങ്ങി. അല്ലെങ്കിൽ വാ നമുക്കൊന്ന് സെക്കൻഡ് ഷോയ്ക്ക് പോവാം. ഭാര്യ ഞാൻ പറയണില്ല, ശാപമാസമാണ്. പിണങ്ങി. അവിടെ മലക്ക് ആ പെണ്ണിനെ കാണാൻ 2 പ്രാവശ്യം പോയി. ഒന്ന് നരകത്തെ പേടിച്ചുകൊണ്ട്, പിന്നെ ഈ പഹയന്റെ കൂടെ പോകാത്തതുകൊണ്ട്. മലക്ക് ആകാശത്തോട്ട് ഒന്നുകൂടി ഒന്നുകൂടി കണ്ടിട്ട് പോകാമെന്നും പറഞ്ഞു. അങ്ങനെയല്ല, ദീനിയായ ഒരു കാര്യം പറഞ്ഞു. പെണ്ണിനോട് പറഞ്ഞു, നീ പർദ്ദ ഇടണം. പെണ്ണ് പറഞ്ഞു ഇടൂല, പിണങ്ങി. മലക്ക് വരൂല. ഖുർആൻ ഓതണമെന്ന് പറഞ്ഞു. ഭാര്യ പറഞ്ഞു ഇല്ല, നീ 7 മണിക്ക് സീരിയൽ കാണരുത്, ആ സമയത്ത് ഖുർആൻ ഓതണം. ഭാര്യ അത് അനുസരിച്ചില്ല. ഭർത്താവിന് അക്കാര്യത്തിൽ ദേഷ്യമാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ നിസ്കാരം പിന്നീട് സ്വീകരിക്കപ്പെടൂല. അപ്പൊ ഒരു കുടുംബമാകണമെങ്കിൽ ആരൊക്കെ ശരിയാവണം? ഭാര്യയും ഭർത്താവും അകന്നു കിടക്കുന്ന കുടുംബത്തിൽ മലക്കിറങ്ങൂല. കുടുംബത്തിൽ എല്ലാവരും നന്നാവണ്ടേ? മൂന്നാമത്തെ വീടാരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മൂന്നാമത്തെ സമൂഹം വഅഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവരുടെ കുടുംബം. മാതാപിതാക്കൾക്ക് തൃപ്തിയില്ല മക്കളുടെ പേരിൽ, അവന്റെ വീട്ടിൽ മലക്കുകൾ ഇറങ്ങില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഭർത്താവ് നന്നാവണം, ഭാര്യ നന്നാവണം, മാതാപിതാക്കൾ നന്നാവണം, മക്കൾ നന്നാവണം. ഇതൊക്കെ നന്നായാലും ഒരു കുടുംബമാവും. അള്ളാഹു നമ്മുടെ കുടുംബത്തെ നല്ല കുടുംബമാക്കി തരട്ടെ. അങ്ങനെ ആയാൽ എന്ത് ചെയ്യാം? മരിച്ചു പോയാൽ നാളെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടും. ഭാര്യ മരിച്ചവർ, ഭർത്താവ് മരിച്ചവർ, മക്കൾ നഷ്ടപ്പെട്ടു പോയവർ, സ്നേഹിച്ചവരെല്ലാം നേരത്തെ വിട പറഞ്ഞു പോയവർ, മരണം മാടിയെടുത്ത് വിളിച്ചുകൊണ്ട് പോയവർ, അവർക്കെല്ലാവർക്കും അള്ളാഹു നാളെ പരലോകത്ത് വെച്ച് എല്ലാവരും ചിതറിത്തെറിച്ചു പോകും. എല്ലാവരും അള്ളാഹു ബന്ധങ്ങളെ ഇവിടെ വെച്ചിട്ടല്ല നിർത്തുന്നത്. ഖുർആൻ അള്ളാഹു പറയും, ഇങ്ങനെ സന്തോഷത്തോടൊരു കുടുംബം ഭൂമിയിൽ ജീവിച്ചാൽ അള്ളാഹു നാളെ പരലോകത്തെ കുറിച്ച് പറഞ്ഞത് എന്താ? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി. അന്ന് ഭാര്യ ഭർത്താവിനെ കണ്ടാൽ നിൽക്കില്ല, മക്കള് മാതാപിതാക്കളെ കണ്ടാൽ നോക്കാത്ത പരലോകത്ത് എല്ലാവരും പരസ്പരം ചിഹ്നിച്ചെതറി പോകുമ്പോ അവസാന സ്വർഗ കവാടത്തെത്തുമ്പോ അതാ ഭാര്യ നിൽക്കുന്നു, ഭർത്താവ് നിൽക്കുന്നു, മക്കള് നിൽക്കുന്നു. അല്ലാഹു പറയും, ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ, സമാധാനത്തോടെ നിങ്ങൾ സ്വർഗത്തിലേക്ക് വന്നോ. കൊതിക്ക് സഹോദരങ്ങളെ, ആഗ്രഹിക്ക് സഹോദരങ്ങളെ, കയ്യിൽ പിടിച്ചിട്ട് ഭാര്യയുണ്ട്, നാം സ്നേഹിക്കുന്ന നമ്മുടെ പൊന്നുമക്കളുണ്ട്. അല്ലാഹുവേ, ഈ ദുനിയാവിന്റെ കൊച്ചുകൂരയിൽ മംഗലപുരത്തെ കൊച്ചു വീട്ടിൽ ആരൊക്കെ താമസിച്ചോ അവരെല്ലാം സ്വർഗത്തിലുണ്ട്. അല്ലാഹു പറഞ്ഞ് സ്വർഗത്തിലോട്ട് കടന്നു ചെന്നുകൊള്ളുക. ആ സ്വർഗത്തിലേക്ക് കയറുകയാണ്. അല്ലാഹു പറഞ്ഞ്, ദുനിയാവിൽ
ദുനിയാവിലെ കുടുംബത്തിൽ നിങ്ങൾ പരസ്പരം സന്തോഷത്തോടെ ജീവിച്ചവരല്ലേ? ഇവിടെ നിങ്ങൾക്ക് ഞാനൊരു വീട് തരാം. അള്ളാഹു സ്വർഗത്തിൽ ഒരു കുടുംബത്തിന് പറക്കാൻ വീട് തരും. എന്ത് വീടാണെന്നറിയുമോ? എന്ത് വീടാണെന്നറിയുമോ? ഒറ്റമുത്തിനാലുള്ള മാളികയാണ്. ഇവിടത്തെക്കാൾ സുന്ദരമായ വീടാണ് പരലോകത്ത് സ്വർഗത്തിൽ നൽകുക. ഒറ്റമുത്തിനാലുള്ള മാളികയാണ്. അകത്ത് നിന്നാൽ പുറം കാണാം, പുറത്ത് നിന്നാൽ അകം കാണാം. അതിലുള്ള മണ്ണും ചരലും ഇസ്കും ജൗഹറ, പിന്നെന്ത് പറയാനാ ഹബീബേ ഉള്ളറ. അതിലുള്ള മണ്ണും ചരലും ഇസ്കും ജൗഹറ, പിന്നെന്ത് പറയാനാ ഹബീബേ ഉള്ളറ. ആ വീടിന്റെ മുറ്റത്ത് വിരിച്ചിട്ടിരിക്കുന്നത് മിസ്കും ജൗഹറുമാണ്. മുറ്റത്തിതാണെങ്കിൽ പിന്നെ അകത്തെ കാര്യം പറയണോ? എത്ര വലിയ ടൈൽസ് ഭാഗ്യ വീട് നിനക്ക് മുറ്റത്തുണ്ടാവട്ടെ. പൊന്നുമോനെ, പൊന്നുമോളെ, നാളെ സ്വർഗത്തിൽ അല്ലാഹു വൈഡൂര്യ രത്നങ്ങൾ വാരി മുറ്റത്തിട്ട വീട് തരയണമോ? നമ്മുടെ കുടുംബം ഖുർആന്റെ കുടുംബമാകണം. ആ വീട്ടിലേക്കാണ് കയറുന്നത്. ആ വീട്ടിലിരിക്കാനുള്ള ഫർണിച്ചർ എന്തൊക്കെയാ? നമ്മുടെ വീട്ടിലെ ഫർണിച്ചർ അല്ല, ടിപ് ടോപ്പിന്റെ തേക്കിൽ കിടന്നെടുത്ത ഫർണിച്ചർ അല്ല. ഓ ഫർണിച്ചറിൽ ചാരി ഇരുന്നിട്ട് ടി വി കാണാത്ത പെണ്ണേ, അല്ലാഹു സ്വർഗത്തിന്റെ വീട്ടിലെ ഫർണിച്ചർ എന്താ? അലാ സുരുരിൻ മൗലൂനാ മുത്തഖീന അലൈഹാ മുതഖാബിലീൻ. സുന്ദരമായ സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട കുഷ്യനാണവിടെ, തലയണയാണവിടെ. അവിടെ അവർ പരസ്പരം അഭിമുഖമായിട്ട് ചാരിയിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. സ്വർഗത്തിലെ വീട് വേണോ? ഞാൻ പറഞ്ഞുതരാം. തിൽക ദാറുൽ ആഖിറ. ഈ സ്വർഗത്തിലെ വീട് നിങ്ങൾക്കാണ്. ഈ ദുനിയാവിലുള്ളതിനേക്കാൾ പൂർണ്ണമായ ഫെസിലിറ്റികളും സൗകര്യങ്ങളും സുന്ദരമായ വീട്. ആ വീട്ടിൽ ഫർണിച്ചർ ഇട്ടിരിക്കുന്ന എങ്ങനെയാ? നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്യണം എങ്ങനെയാ? എങ്ങനെയാ ഇടുന്നത്? ഇങ്ങോട്ട് ഒരെണ്ണം, അങ്ങോട്ട് ഒരെണ്ണം. പരസ്പരം മുഖാമുഖം കണ്ടല്ലേ സെറ്റ് ഇടുക? ആണോ അല്ലയോ? ഇതെന്താടാപ്പ ഇത്? ഒരു ബന്ധവുമില്ലാതെ മാറിയിരിക്കുന്നത്. ഞാൻ ഇന്ന് തമാശയൊക്കെ വളരെ കുറച്ചിരിക്കുകയാണ്. കാരണം തമാശ പോലെ സദസ്സിന്റെ ഗൗരവം പോകും. അതുകൊണ്ട് തമാശ സാധാരണ പറയുന്നത് തമാശ ഒഴിവാക്കിയാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം ഈ സദസ്സിന്റെ ശ്രദ്ധ തന്നെ അതിന്റെ കാര്യം. ഇപ്പൊ നോക്കൊരു സൂചി ഇട്ടാൽ കിടന്ന് നിശബ്ദതയാ. കാരണം എന്താണെന്നറിയോ? ഇപ്പൊ ആറ്റവോ അന്റാർട്ടിക്കയോ പറഞ്ഞ ആളുകൾക്ക് പിടിക്കൂല. സ്വന്തം കുടുംബം ജീവിതത്തിന്റെ പച്ചയാണ്. അവൻ ജീവിക്കുന്ന സ്വന്തം കുടുംബം അവന്റെ പച്ചയിൽ തൊട്ട് സംസാരിക്കുമ്പോ, അവന്റെ ഉള്ളിൽ തൊട്ട് സംസാരിക്കുമ്പോ ഇതേപോലെ കണ്ണുമിടിച്ചിരുന്നു പോകും. അതാണ് ജീവിതം. ഖുഷി ജിന്ദഗി കി മഹലോ മേ ഹമേം സോന ഹി സക്താ, ജിന്ദഗി കി നുക്കേലി പത്തർ കി രാസ്തേ പർ ചലനാ ചാഹിയേ. ജീവിതം കല്ലും മുള്ളും നിറഞ്ഞതാണ്. സുന്ദരമായ പട്ടുമത്തയിൽ കിടക്കാനുള്ള ജീവിതം. ഇത് ജീവിതത്തിന്റെ അസ്വസ്ഥതകളുടെ പ്രതിരൂപമാണ് ഈ കാണുക. അള്ളാഹു പറയുന്നു സ്വർഗത്തിൽ അള്ളാഹു കുഷ്യനിട്ട് തരും. സെറ്റ് ഇങ്ങനെ. എങ്ങനെ? മുത്തഖീന അലൈഹാ മുതഖാബിലീൻ. അല്ലാഹു പറയുന്നു മുത്തഖീന അലൈഹാ, ആ കുഷ്യനുകളിൽ അവരിരിക്കും. മുതഖാബിലീൻ, അഭിമുഖം കണ്ടുകൊണ്ട്. ഭാര്യ അവിടെ, ഭർത്താവ് ഇവിടെ, രണ്ടുപേരും പരസ്പരം കണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബന്ധങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഖുർആൻ നാളെ പരലോകം വരെ. മക്കള് സൈഡിൽ, ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാൻ. അള്ളാഹു പറയും എന്തിന്റെ പേരിലായി സൗഭാഗ്യം കിട്ടിയത്? ഖുർആനിലെ കുടുംബം എന്നതിന്റെ മുഖദ്ദിമ ഞാൻ അവസാനിക്കും. അവർക്ക് ഈ സൗഭാഗ്യം കിട്ടിയതിന്റെ കാര്യം എന്താ? ഭാര്യയുണ്ട്, മക്കളുണ്ട്. ഖുർആൻ والذين آمنوا واتبعتهم ذريتهم بإيمان ألحقنا بهم ذريتهم وما علتناهم من عملهم من شيء. പൂർണ്ണമായ സത്യവിശ്വാസത്തോടെ ജീവിച്ചവർ, അവരുടെ മക്കൾ, അവരുടെ ഭാര്യമാർ, അവരെല്ലാവരും നാളെ സ്വർഗത്തിലുണ്ടാവും. കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ. ഓരോരുത്തർക്കും അവർ ചെയ്തതിന്റെ പ്രതിഫലം അല്ലാഹു നിശ്ചയിച്ചു കൊടുക്കും. അവരാ സോഫയിൽ ചാരിയിരിക്കുമ്പോ, സ്വർഗത്തിന്റെ വീടിൽ അവരിയ്ക്കുമ്പോ അല്ലാഹു പറയുകയാണ് വഅംദദിനാഹും ബിഫാഖിഹത്തിൻ വലഹ്മിൻ മിമ്മാ യശ്തഹൂൻ.
ഞാൻ പഴവർഗ്ഗങ്ങൾ കൊടുക്കും. അവർക്ക് ഞാൻ സുന്ദരമായ ഇറച്ചിയും കൊടുക്കും. ഇവിടെ കുറച്ച് സുഖമൊന്ന് കുറയ്ക്ക്, ഇവിടത്തെ തീട്ടയൊന്ന് കുറയ്ക്ക്. റമളാനിൽ നോമ്പ് പിടിക്ക്, അള്ളാഹ് സ്വർഗത്തിലെ പഴം നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹ് പറയും, നിങ്ങളിരുന്നങ്ങ് തിന്നാൻ തുടങ്ങിക്കോ, സ്വർഗത്തിന്റെ പഴം നിങ്ങൾ കടിച്ചുകൊള്ളോ. ഏതാ സ്വർഗത്തിലെ പഴം എന്നറിയുമോ? നിരനിരയായി കൊലച്ചു കിടക്കുന്ന വാഴപ്പഴങ്ങൾ, ഇലന്തപ്പഴങ്ങൾ. മാത്രമോ ഫീഹാ ഫാകിഹത്തുൻ വനഖിലും വറുമ്മാൻ. ഈത്തപ്പഴവും റുമ്മാൻ പഴവും. സ്വർഗത്തിൽ റുമ്മാൻ പഴം തിന്നാൻ കിട്ടും, ഈത്തപ്പഴം തിന്നാൻ കിട്ടും. അള്ളാഹു നല്ല പഴവർഗ്ഗങ്ങൾ തരികയാണ്. മാത്രമോ വലഹ്മിൻ മിമ്മാ യസ്തഹൂൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇറച്ചിയും തരാം. ആ വീട്ടിൽ നിങ്ങൾ പാചകം ചെയ്തോ, എന്തൊക്കെയാണ്? പഴം. അള്ളാഹ് പറയുന്നു, നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് തരാം. എനിക്ക് തോന്നുന്നത് അത് ചിലർക്ക് ഈ പോത്ത് ഇഷ്ടമല്ല, മട്ടനാ ഇഷ്ടം. ചിലർക്ക് മട്ടൻ ഇഷ്ടമല്ല, ചിക്കനാ ഇഷ്ടം. അള്ളാഹ് പറയുന്നു, മിമ്മാ യസ്തഹൂൻ, ഏതാ ഇഷ്ടമെങ്കിൽ അത് തരാം. അള്ളാഹു തിന്നാൻ തൗഫീഖ് നൽകട്ടെ, തിന്നാൻ തൗഫീഖ് നൽകട്ടെ. ഇത് എവിടത്തെ കാര്യമായത്? സ്വർഗത്തിലെ കാര്യമാണ്. സ്വർഗത്തിൽ നിറച്ച് കഴിക്കാം. അതിനെന്ത് ചെയ്യണം? ഇവിടെ ചിന്തിയിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ഒരു ദിവസം 40 അടി നടക്കണേ. ദിവസത്തിൽ ഒരു ദിവസം നിങ്ങളൊന്ന് നടക്കണം. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഇറച്ചി തിന്നണം. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഇറച്ചി തിന്നണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂല് ദിവസത്തിൽ ഒരല്പം നടക്കണം, ആഴ്ചയിൽ ഒരു ദിവസം ഇറച്ചി തിന്നണം. നമ്മൾ ഈ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യേണ്ടത് ദിവസം മുഴുവനും ചെയ്യും. ദിവസത്തിൽ ഒരു പ്രാവശ്യം ചെയ്യേണ്ടത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ദിവസത്തിൽ ഒരു ദിവസത്തിൽ നിങ്ങൾ 40 അടിയെങ്കിലും നടന്നിരിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ള പറഞ്ഞാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആഴ്ചയിൽ ഒരു ദിവസം ഇറച്ചി കഴിക്കുക. ഉസ്താദന്മാര് കുഴയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വെച്ചിരിക്കുന്നതിനൊക്കെ പകരമാണ്. നാളെ സ്വർഗത്തിൽ ഇരുന്ന് കഴിക്കാം. പിന്നെയോ, ഈ കാഴ്ച കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്വർഗത്തിന്റെ കട്ടിൽ ഇരുന്നിട്ട് പഴവുമൊക്കെ തിന്ന് ഇറച്ചിയൊക്കെ ഭാര്യ പാചകം ചെയ്ത് തിന്ന്, അല്ലാഹു പറയുന്നു, യതനാസഊന ഫീഹാ കഅസുല്ലാ ലഹുവൻ ഫീഹാ വലാ തഅ്ഫീം. യതനാസഊന ഫീഹാ, ആ സ്വർഗത്തിന്റെ കട്ടിലിരുന്നിട്ട് അവര് വെറുതെ വഴക്കുകൂടും. വീട്ടിലിരുന്നിട്ട് വെറുതെ തമാശ കഴിക്കുന്നത് പോലെ. യതനാസഊന ഫീഹാ, യതനാസഊന ഫീഹാ, അവർ ആ കട്ടിലിരുന്നിട്ട് വഴക്ക് കൂടുമത്രേ. എങ്ങനെയാണ്? അല്ലാഹു പറയുന്നു, ദുനിയാവിലെ വഴക്കല്ല. ലാ ലഹുവൻ ഫീഹാ വലാ തഅ്തീം, അവിടെ ചീത്തവിളിയില്ല, ആക്ഷേപങ്ങളില്ല. ഫലാ ലഹുവൻ വലാ തഅ്തീമ ഫീഹാ വമാ ഫാഹു ബിഹി അബദൻ മുഖീമോ. ചീത്തവിളിയില്ല, ബഹളങ്ങളില്ല. ഒറ്റ മുത്തിനാലുണ്ടായ മാളികയിൽ ഭാര്യയോട് തമാശ പറഞ്ഞ് മക്കളെ ഓരത്തിടിച്ച് കവിളിൽ മുത്തി, അല്ലാഹുവേ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണമേ, അല്ലാഹുവേ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണമേ. ഞങ്ങൾ സ്വർഗത്തിൽ, ഞങ്ങളുടെ മക്കള് നരകത്തിൽ അല്ലാഹുവേ വരുത്തല്ലേ അല്ലാ. സഹിക്കാൻ കഴിയില്ല തമ്പുരാനെ. അല്ലാഹുവേ, ദുനിയാവിൽ എത്ര കഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല. പടച്ചവനെ, നാളെ സ്വർഗത്തിന്റെ സ്വർണ്ണക്കട്ടിലിൽ ഭാര്യയും മക്കളെയും ഇടത്തും വലത്തും ഇരുത്തി കെട്ടിപ്പിടിച്ച് അല്ലാഹുവേ കളിതമാശ പറയാൻ അവസരം ഒരുക്കണേ തമ്പുരാനെ. അതിനേക്കാൾ വലിയൊരു ഭാഗ്യമുണ്ടോ? അതിനേക്കാൾ വലിയൊരു സൗഭാഗ്യമുണ്ടോ? ഗുൽശന ജന്നത്തു മദ്ഫനുഹു വാദിയെ ഐമനു മസ്കനുഹു. ഗുൽശന ജന്നത്തു മദ്ഫനുഹു വാദിയെ ഐമനു മസ്കനുഹു. അല്ലാഹുവേ, സ്വർഗത്തിന്റെ വലത്തെ താഴ്വര ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിന് നീ പതിച്ച് നൽകണേ തമ്പുരാനെ. ഈ ദുനിയാവിൽ ഏക്കറുള്ള കുടുംബമായിട്ട് കാര്യമെന്താ? സ്വർഗത്തിന്റെ വലത്തെ താഴ്വരയുടെ പട്ടയം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അവരവിടെ ഇരുന്ന് സുഖിച്ചുകൊണ്ടിരിക്കുമ്പോ യാ ഹബ്ബദൽ ജന്നത്തി വൽ തിറാബിഹാ തയ്യിബതൻ ബാരിദതൻ ശറാബുഹാ.
അല്ലാഹുവേ സ്വർഗം നിങ്ങൾക്ക് നിഅമത്താക്കണേ തമ്പുരാനെ. അങ്ങനെ ഭാര്യയോടും മക്കളോടുമൊത്ത് കുടുംബസമേതം അവർ സ്വർഗത്തിലിരിക്കുമ്പോ ഞാൻ അവസാനിപ്പിക്കുന്നു. ആ സമയത്ത് നരകത്തിൽ കിടക്കുന്ന കുടുംബക്കാര് വിളിച്ചു ചോദിക്കുമത്രേ, വാഖബല ബഅ്ളുഹും അലാ ബഅ്ലിൻ യതസാഅലൂ. ചിലര് ചോദിക്കും, നിങ്ങൾ എങ്ങനെയാ കുടുംബസമേതം നിങ്ങൾ സ്വർഗത്തിലെത്തിയത്? എങ്ങനെയാ ദുനിയാവിൽ ജീവിച്ചതുപോലെ എങ്ങനെയാ നിങ്ങൾ സ്വർഗത്തിൽ ഒന്നിച്ച് വീട്ടിൽ ഒരുമിച്ച് കൂടിയത് എന്നവരോട് ചോദിക്കുമ്പോ അവര് പറയുന്ന മറുപടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ സമയത്ത് അവര് പറയുമത്രേ, ഞങ്ങൾ സകുടുംബം സ്വർഗത്തിൽ വരാനുള്ള കാരണം എന്താ? കാലു അവര് പറയും, ഇന്നാ കുന്നാ ഖബലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ, ഇന്നാ കുന്നാ ഖബലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ. ഞങ്ങൾ ദുനിയാവിൽ ജീവിച്ചപ്പോ ഫീ അഹ്ലിനാ ഞങ്ങളുടെ കുടുംബത്ത് മുശ്ഫിഖീൻ ഞങ്ങൾ കരുണയോടെ സ്നേഹത്തോടെ ജീവിച്ചവരാ. അതുകൊണ്ട് ഞങ്ങൾ ആഖിറത്തിൽ വന്നപ്പോ ഫമന്നല്ലാഹു അലൈനാ അല്ലാഹു ഞങ്ങൾക്ക് അനുഗ്രഹം ചെയ്തു. വവഖാനാ അദാബസ്സമൂ തീക്കാത്തിന്റെ നരകത്തിൽ നിന്ന് അല്ലാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഞങ്ങൾ കുടുംബത്തിൽ നന്നായിട്ട് ജീവിച്ചവരാ ദുനിയാവിൽ. അതുകൊണ്ട് ഞങ്ങൾ അതേ കുടുംബമായിട്ട് സ്വർഗത്തിലാണ്. അവര് ദുനിയാവിൽ എങ്ങനെയാ കുടുംബത്തിൽ നന്നായിട്ട് ജീവിച്ചത്? എങ്ങനെയാ ജീവിച്ചത്? ഖുർആൻ സൂറത്തു തൂർ, ഇന്നാ കുന്നാ മിൻ ഖബിലു നദ്ഉ ഇന്നഹു ഹുവൽ ബർറുർ റഹീം. കരുണാഭാരതിയായ അല്ലാഹുവിന്റെ മുമ്പിൽ ഞങ്ങൾ അപേക്ഷിച്ചവരാണ്, അവന്റെ മുമ്പിൽ ഞങ്ങൾ ശിരസ് നമിച്ചവരാണ്, അവന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ഞങ്ങൾ ജീവിച്ചവരാണ്. അതുകൊണ്ട് അല്ലാഹു അവന്റെ തൃപ്തിയുള്ള സ്വർഗം ഞങ്ങൾക്ക് നൽകി. ഇവിടെ അവര് പറഞ്ഞ മറുപടി എന്താ? ഇന്നാ കുന്നാ ഖബലു ഫീ അഹ്ലിനാ. അഹ്ലെന്ന് പറഞ്ഞ കുടുംബം. ഞങ്ങൾ കുടുംബത്തിൽ മുശ്ഫിഖീൻ കരുണയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടാതെ അള്ളാഹിനെ മാത്രം ആരാധിച്ച് ജീവിച്ചവരാണ്. അതുകൊണ്ട് അള്ളാഹു ഞങ്ങൾക്ക് സ്വർഗം നൽകി. അള്ളാഹു ഈ ഒരു അവസ്ഥയിൽ നൽകട്ടെ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരായി ഖുർആൻ പറഞ്ഞ കുടുംബത്തിലെ അംഗങ്ങളാവണം. ആദ്യം ഭാര്യയും ഭർത്താവും. ഇൻഷാ അല്ലാഹ് ഖുർആൻ പറഞ്ഞ ഭാര്യയും ഭർത്താവും എങ്ങനെ ജീവിക്കണം നാളെ വരെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സംസാരിക്കാം. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഐശ്വര്യം നൽകുമാറാകട്ടെ. നാളെ നമ്മുടെ പ്രസംഗം ഇൻഷാ അല്ലാഹ് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ തുടങ്ങും. എത്തിക്കൂടെ? പറ്റിയ സമയത്താണ് 10 മണിയൊന്നാവണ്ട. നമുക്ക് സുബഹി നന്നായിട്ട് നിസ്കരിക്കാം, ഉറക്കമൊന്നുമില്ലാതെ. ഇൻഷാ അല്ലാഹ് നല്ല വിഷയം പറയണമെന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ സദസ്സൊക്കെ ആണെങ്കിൽ പറയാം. 2 മണിക്കൂറേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. കാരണം പറയുന്നത് നന്നായിട്ട് ജീവിതത്തിൽ പകർത്തുക. നമ്മുടെ കുടുംബം, ആ കുടുംബം നമ്മുടെ ജീവിതത്തിൽ സമാധാനം കിട്ടാൻ, നല്ല രീതിയിൽ ജീവിക്കാൻ നാം എന്ത് ചെയ്യണം? ഇൻഷാ അല്ലാഹ് നാളെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാലുടനെ ഖുർആനിലെ ഭാര്യയും ഭർത്താവും, അതിനുശേഷം ഇൻഷാ അല്ലാഹ് മക്കൾ, 4-ാമത്തെ ദിവസം മാതാപിതാക്കൾ. ഇതൊക്കെ കിട്ടിയാൽ പരലോകം എങ്ങനെയായിരിക്കും നമുക്ക് സംവിധാനം ഒരുക്കുക. നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് നാളെ നേരത്തെ എത്തി. ഇൻഷാ അല്ലാഹ് എല്ലാവരും എത്തൂല്ലേ? മഗ്രിബ് കഴിഞ്ഞോടെ അല്ല ഇങ്ങ് വന്നൂടെ? തടസ്സം ഉണ്ടെങ്കിൽ പറഞ്ഞോളി. നേരത്തെ തുടങ്ങിയാലും നമുക്ക് നേരത്തെ അവസാനിപ്പിക്കാം. നേരത്തെ തുടങ്ങിയെന്ന് ഓർത്ത് അവസാനം നീണ്ടുപോകില്ല. എപ്പോൾ തുടങ്ങിയാലും സമയത്ത് അവസാനിക്കും.